നമസ്കാരം. നമ്മുടെ ഡോക്ടർ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ നന്ദിനി ആണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കൂർക്കം വലി. സത്യത്തിൽ ഇതിനൊരു രോഗമായിട്ട് ആരും കൺസിഡർ ചെയ്യാറില്ല. കൂർക്കം വലിക്കുന്ന ഒരു സാധാരണ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് കൺസിഡർ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇതൊരു വലിയ രോഗാവസ്ഥയാണോ? കൂർക്കം വലി നമ്മൾ വളരെ സാധാരണമായി തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. അതിൽ 1% മാത്രമാണ്, കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് അതിൽ രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. ആദ്യമായി നമ്മൾ എന്താണ് ഈ കൂർക്കം വലി, എപ്പോഴാണ് ഈ കൂർക്കം വലി ശബ്ദം ഉണ്ടാകുന്നതെന്നൊന്ന് ഫാസ്റ്റായിട്ട് പറയാം. അതായത് മൂക്ക് തുടങ്ങി ശ്വാസകോശം വരെ എത്തുന്ന നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ കുറുനാവ് വരെയുള്ള ഭാഗത്തിനാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന തടസ്സം മൂലം, അതായത് അത് മൂക്കിനാകാം, കുറുനാവിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ ടോൺസിൽസ്, അങ്ങനെ പല അവയവങ്ങളും ഉണ്ട്. അതിൻ്റെ തടസ്സം മൂലവും ഒക്കെ ഇത് വരാം. അവിടെ ശ്വാസം കയറി പോകാനുള്ള ഒരു തടസ്സം നേരിടുമ്പോഴാണ് നമ്മൾ ഈ ശബ്ദം, കൂർക്കം വലിയുടെ ശബ്ദം നാം കേൾക്കുന്നത്. അതിൽ എല്ലാവർക്കും അതൊരു രോഗാവസ്ഥ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് അതിന് ശ്വാസത്തിന് തടസ്സം നേരിടുകയും അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അടവിലേക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് അത് പ്രശ്നമായ രീതിയിലേക്ക് പോകുന്നത്. ഈ ശ്വാസ തടസ്സം വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നുണ്ടോ? കൂർക്കം വലി മാറുന്നുണ്ടോ? ശ്വാസം മുട്ടലിൻ്റെ ഒരു കാരണമല്ല, ശ്വാസ തടസ്സമാണ്. ശ്വാസ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമൂലം അവരുടെ ഉറക്കത്തിന് തടസ്സം നേരിടുകയും അപ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അത് ആ തടസ്സം, അതായത് നമ്മൾ ആ എയർ, നമ്മുടെ ശ്വസനവായു ഉള്ളിലേക്ക് എത്തുന്നതിന് കംപ്ലീറ്റായ അടവ് ആകുമ്പോൾ അതൊരു ചെറിയ തടസ്സമാണെങ്കിൽ അത് ആ കൂർക്കം വലി ശബ്ദം മാത്രമായി അതവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് കംപ്ലീറ്റ് ആയിട്ട് അത് തടസ്സം നേരിടുകയും രോഗിയുടെ ഉറക്കത്തിന് ഭംഗം നേരിടുന്നു. പക്ഷെ അത് പലപ്പോഴും ഇവർ അറിഞ്ഞുകൊള്ളുന്നില്ല. നമ്മുടെ ആ നോർമൽ ഡീപ്പ് സ്ലീപ്പിന് ചെറിയൊരു വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. ആ തടസ്സം 10 സെക്കൻഡിന് മേളിൽ നിൽക്കുകയാണെങ്കിലാണ് ഇത് നമ്മൾ അതും ഉറക്കത്തിൻ്റെ ഒരു മണിക്കൂറിൽ ഇത്ര തവണയിൽ കൂടുതൽ എന്നുണ്ട്, അതിനൊരു കണക്കുണ്ട്. അതിൽ കൂടുതൽ ഈ തടസ്സം നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളിതിനെ പ്രശ്നമുള്ള രീതിയിലേക്ക് എത്തുകയുള്ളൂ. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, കൂർക്കം വലിക്കുക എന്ന് പറയുമ്പം പൊസിഷനൊന്ന് മാറി കിടന്നു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഇത്തരം കോംപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിൽ അത് അങ്ങനെ മാറില്ല. ഇല്ല, മാറില്ല. നമ്മൾ സാധാരണയായി കൂർക്കം വലിയായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന രോഗികളോട് ആദ്യം പറയുന്ന സംഗതിയാണ്, കൂർക്കം വലിക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞ് കിടന്നുറങ്ങിയാൽ, ഏത് 2 സൈഡിലേക്ക് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മലർന്ന് കിടക്കുന്നതിനെക്കാട്ടിലും കൂർക്കം വലി ശബ്ദം കുറവായിരിക്കും. കാര്യം നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു പാസേജ് ഉണ്ട്. ആ പാസേജിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അടവ് മലർന്ന് കിടക്കുമ്പോഴാണ് വളരെയധികം കൂടുതൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. സുരേഷ് ചോദിച്ചോളൂ. നമസ്കാരം മാഡം. പറഞ്ഞോളൂ. ഇത് എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പൊ ശരിക്കും ആ കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ പ്രായത്തിലുള്ള കൂർക്കം വലി ഭാവിയിൽ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ടോ മാഡം? കുട്ടികൾക്ക് കൂർക്കം വലി ഉണ്ടാവാൻ സാധാരണയായി 2 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് അമിതവണ്ണം ഉണ്ടെങ്കിൽ വരാം. പക്ഷെ അത് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ പോലും അവർക്ക് അതിലും കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന പ്രശ്നം സാധാരണയായി ടോൺസിൽസ്, വളരെയധികം ടോൺസിലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികൾ, ടോൺസിൽസ് ശക്തമായിട്ടുള്ളതില്ല, എന്നാലും ചെറിയ രീതിയിൽ ചില ഒരു വിഷം പലവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്ന് അവർക്ക് ഈ മൂക്കിനടപ്പ്, അലർജി അങ്ങനെ എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ ആ മൂക്കിൻ്റെ തടസ്സം എന്ന് വെച്ചാൽ മൂക്കടപ്പ് വന്നാൽ തന്നെ ഈ പ്രശ്നം കൂർക്കം വലി ഉണ്ടാവാം. പിന്നെ ഏറ്റവും അതിലും കൂടുതലായിട്ടൊന്ന് പരിശോധിപ്പിക്കേണ്ടത് ഈ അഡിനോയിഡ്, ടോൺസിൽ തുടങ്ങിയ അവയവങ്ങളിൽ എന്തെങ്കിലും, അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളെ വളരുന്ന പ്രായത്തിൽ കാണുന്നതാണ്. അതൊരു സാധാരണഗതിയിൽ അത് വലിപ്പം വെച്ച് താനെ അങ്ങ് പോകുന്നതാണ്. പക്ഷെ നമുക്ക് ചില കുട്ടികളിൽ അത് കുറച്ച് വലിപ്പം കൂടുതൽ കാണുകയും അതിന് ഈ ടോൺസിൽസോ അല്ലെങ്കിൽ അഡിനോയിഡ്സോ വലുതാവുകയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂർക്കം വലിയിലേക്ക് നയിക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഇതിൻ്റെ ചികിത്സകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൂർക്കം വലിക്ക് ചികിത്സ വേണ്ട ഒരു ഘട്ടം വരുന്നത് എപ്പോഴാണ്? കാരണം ഇത് എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
ഓക്കെ, നമുക്ക് കൂർക്കം വലി വലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമായിരിക്കും അത് വലിയ പ്രശ്നമുള്ള രീതിയിൽ വരിക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരുടെ ലക്ഷണങ്ങൾ ചോദിക്കുക. ഒന്ന്, പകൽ സമയത്ത് ഉറക്കം കൂടുതലുണ്ടോ? നമ്മൾ പകൽ സമയത്തുള്ള ലക്ഷണങ്ങളുമുണ്ട്, രാത്രി കാലങ്ങളിലുള്ള ലക്ഷണങ്ങളുമുണ്ട്. നമ്മൾ ഉറക്കം ഫ്രഷ് ആവാതെയുള്ള ഉറക്കം എഴുന്നേൽക്കുക. നമ്മളൊരു 6-7 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ, അല്ലെങ്കിൽ 7-8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ വളരെ ഫ്രഷ് ആയിട്ടായിരിക്കണം രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇവരുടെ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഇവരറിയാതെ തന്നെ, ഈ രോഗികൾ അറിയാതെ തന്നെ ആ ഉറക്കത്തിന് തടസ്സം നേരിടുകയും അങ്ങനെ ഉറക്കം ഫ്രഷ് അല്ലാത്ത ഒരു ഉറക്കം ആണ് ഇതിൽ പകൽ സമയത്ത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദന ഒക്കെയാണ് നമുക്ക് പകൽ സമയത്ത് വരുന്നത്. അപ്പം പലർക്കും ഈ ഉറക്കം തൂങ്ങിപ്പോവുക, ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ അത് വളരെ ലോങ് ഡ്രൈവിംഗ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ജീവന് തന്നെ അപകടമായേക്കാവുന്ന ഒരു ലക്ഷണമാണ് ഈ ഡേ ടൈം ഉറക്കം വരൽ എന്ന് പറയുന്നത്. രാത്രിയിൽ നമ്മൾ യൂഷ്വലി രോഗികൾക്ക് ഇതിൻ്റെ ഒരു ലക്ഷണം അറിയുന്നുണ്ടാവില്ല. രോഗികളായിരിക്കില്ല കൂടുതലും, സ്പൗസസ് ആയിരിക്കും നമുക്ക് പരാതിയായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അതിൽ കാണുന്നത് വളരെ ഉച്ചത്തിലുള്ള കൂർക്കം വലിയും അതിൻ്റെ കൂടെ തന്നെ ഈ ശ്വാസത്തിന് തടസ്സം നേരിടൽ. നമ്മൾ പറഞ്ഞു ഒരു 10 സെക്കൻഡോളം ആൾ ശ്വാസം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ശ്വാസം എടുക്കാത്ത രീതിയിൽ നമുക്ക് തോന്നും. അതിന് നമ്മൾ വിറ്റ്നസ്ഡ് ആയിട്ട് അപ്നിയാസ് എന്ന് പറയും. അപ്നിയ എന്നാണ് അതിൻ്റെ പേര്, ആ ശ്വാസ തടസ്സം നേരിടുന്നതിന്. അത് ഈ ഏകദേശം 10 സെക്കൻഡോ അതിന് മുകളിലോ നിൽക്കുന്ന ഈ അപ്നിയാസ്. ചിലർക്ക് ഫിറ്റ്സ് പോലെ രാത്രി സമയങ്ങളിൽ വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരു ഞെട്ടൽ പോലെയും ഒരു ശ്വാസം കുറച്ച് സമയം കൂർക്കം വലിയുടെ ഒരു മൂർധന്യാവസ്ഥയിൽ ശ്വാസം അങ്ങനെ നിലയ്ക്കുകയും പിന്നെ ഒരു ഡീപ്പ് ശ്വാസം എടുത്തുകൊണ്ട് അത് തിരിച്ചാ ശ്വസനത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് നമ്മൾ സാധാരണയായി കൂടെയുള്ള ആളുകൾ നമുക്ക് ലക്ഷണങ്ങളായി പറയാറുള്ളത്. പലപ്പോഴും ഇത് രോഗി ഐഡന്റിഫൈ ചെയ്തോളണം നിർബന്ധമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം എന്നുള്ളത് തന്നെയാണ് സിംറ്റംസ്. അതായിരിക്കും നല്ലത്. നമുക്ക് ഏതായാലും കണ്ണൂരിൽ നിന്നുള്ളൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫൗസിയ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാന് കണ്ണൂർ ജില്ലയിൽ ഫൗസിയാന്ന് പറഞ്ഞാളെ. എനിക്ക് കൂർക്കം വലി ഭയങ്കര ശബ്ദമായിട്ടാണ് വരുന്നത്. അമിതമായിട്ട് വണ്ണമുള്ള ആളാണോ? ഞാന് 75 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ എന്താന്ന് ഭയങ്കര ശബ്ദമായിട്ടാണ് വരുന്നത്. രാത്രിയാന്ന് പകലായാലും പകലെല്ലാം പെട്ടെന്നൊന്ന് ഉറങ്ങണം, കിടക്കണ ക്ഷീണം ഉണ്ടെങ്കിൽ പോയി കടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് വരുന്നെന്നാ പറയുന്നത്. ശരി ശരി. അപ്പോ നമുക്ക് അങ്ങനത്തെ പകൽ സമയത്ത് അതിന്റെ ഉറക്കം ക്ഷീണം കൂടുതൽ രാത്രി അങ്ങനെ തന്നെ ഉണ്ടാകലുണ്ട്. രാത്രി കൂടുതലുണ്ട്. രാത്രി തല തിരിച്ച് കടന്നിട്ടുണ്ടെങ്കിലും മലന്ന് കടന്ന് തിരിച്ചു കടന്നു കഴിഞ്ഞാലും ആ സൗണ്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ ശബ്ദവും നമുക്ക് പകൽ സമയത്ത് കൂടുതലായിട്ട് ഉറക്കച്ചടവും ക്ഷീണവും തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് ചെയ്യണം. ഈ രാത്രിയിൽ ഉറക്കത്തിന്റെ സമയത്ത് ഈ തടസ്സം നേരിടുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും. അത് ചെയ്തു നോക്കുന്നതാവും നല്ലത്. അതെവിടെയാ ഡോക്ടർ? അത് നിങ്ങൾക്ക് അത് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ്? നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സ്ലീപ്പ് സ്റ്റഡി എന്നാണ് അതിന്റെ പേര്. കണ്ണൂര് ഇതിന്റെ ചികിത്സ എങ്ങനെയാന്ന് അറിഞ്ഞത്. കണ്ണൂർ ടൗണിൽ തന്നെ കുറെ ആശുപത്രി കണ്ണൂരുണ്ട്. അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ തൈറോയിഡിന്റെ ടെസ്റ്റും കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഇതുപോലെ തൈറോയിഡിന്റെ ലെവൽസ് ശരീരത്തിൽ കുറയുന്ന ആൾക്കാർക്കും ഇതുപോലെ ഈ ക്ഷീണവും കൂർക്കം വലിയും. കുടുംബത്തില് 2-3 ഇതുണ്ട്. പാരമ്പര്യാവോ ഡോക്ടർ? ഇത് ഏതാ, തൈറോയിഡിന്റെ ആണോ ചോദിച്ചത്? അല്ലല്ല, ഈ കൂർക്കം വലി തന്നെ. കൂർക്കം വലി ഈ ശരീരഭാരം പൊതുവെ ഒരു ഫാമിലി എല്ലാവർക്കും വരുന്നതാണല്ലോ. അപ്പൊ അത് പാരമ്പര്യമായിട്ട് എനിക്കാണ് കൂടുതലായിട്ടുള്ളൂ. അപ്പൊ അതെന്തായാലും ഒന്ന് പരിശോധന ചെയ്യുന്നതാവും നല്ലത് കേട്ടോ. തൈറോയ്ഡ് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. മറ്റുള്ള ടെസ്റ്റ് ഞാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ചെറിയതായിട്ട് BP ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യൂ. മറ്റേത് സ്ലീപ്പ് സ്റ്റഡി എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ഇടയിൽ ചോദിക്കുകയാണ്, തൈറോയിഡ് അസുഖങ്ങൾ വന്ന ആളുകൾക്ക്, ഇപ്പം ഡയബറ്റിക് ഉള്ള ആളുകൾ, തൈറോയിഡ് അങ്ങനത്തെ അസുഖങ്ങൾ, ഇപ്പോൾ ദീർഘകാലം മരുന്ന് കഴിക്കുന്ന അസുഖങ്ങളാണിത്. ഇത്തരം ഇപ്പോൾ തൈറോയിഡ് ആണെങ്കിലും തൈറോയിഡ് വന്ന ആളുകൾ, ഇപ്പോൾ ഇലക്ട്രോക്സിൻ കഴിക്കുന്ന ആളുകൾ കണ്ടിന്യൂസ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം അത് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം ഈ ഒരു ഘടകത്തിലേക്ക് ഉറക്കം തടസ്സപ്പെടുന്നതിന് കാരണമാവുന്നുണ്ടോ?
തൈറോയിഡിൻ്റെ അസുഖം മരുന്ന് കഴിക്കുന്നതുകൊണ്ടല്ല, തൈറോയിഡിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതിന് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഈ ഏകദേശം ഇതേ ലക്ഷണങ്ങളാണ്. നമുക്ക് പകൽ എല്ലാം ക്ഷീണം വരിക, അത് വളരെ കൂടിയാൽ അതിൻ്റെ ഭാഗമായിട്ട് വണ്ണം വെയിറ്റ് കൂടാം. അപ്പം സ്വാഭാവികമായിട്ട് ഉറക്കം കൂടുന്നൊരു കണ്ടീഷനല്ലേ വരുന്നത്? ഉറക്കം കൂടുക, വല്ലാതെ ഉറങ്ങുകയും നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള എപ്പോൾ കിടന്നാലും ഉറങ്ങുന്ന ഒരവസ്ഥയായിട്ടാണ് പലരും നമ്മൾ ഈ തൈറോയിഡ് രോഗികളെ കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ അതിനുശേഷം നമുക്ക് ഈ തൈറോയിഡിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് പലർക്കും നോർമലായി വരികയും ചെയ്യാറുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ നേരത്തെ ചോദിച്ചു, ഹാർട്ട്, കിഡ്നി തുടങ്ങിയ ക്രോണിക് ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ കൂർക്കം വലിയും പിന്നെ ഈ സൈക്യാട്രി മെഡിസിൻസ് കഴിക്കുന്നവർക്ക്, അപ്പം കുറച്ച് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്കും, അങ്ങനെ ചില ന്യൂറോ അസുഖങ്ങൾക്കും ഈ സൈക്യാട്രി അസുഖങ്ങൾക്കും ചിലർക്ക് മരുന്നുകൾ കഴിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ വളരെ ഡീപ്പ് സ്ലീപ്പിലേക്ക് അവർ പോവുകയും, നമ്മുടെ ഈ ബേസിക് ഇത് പ്രശ്നം പറഞ്ഞാൽ മസിൽസ് കുറച്ച് കൂടുതൽ റിലാക്സ്ഡ് ആയി പോകും നമ്മുടെ നോർമൽ സ്ലീപ്പിൻ്റെ സമയത്ത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഈ തടസ്സം കൂടുതലായിട്ട് നേരിടുകയും അത് ഒരു അസുഖത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതിന് ചിലപ്പോൾ പലർക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറയാറുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ നോർമൽ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ്. അപ്പോൾ ഇത് നോർമലായി ഫംഗ്ഷൻ ചെയ്യാതെ വരികയും ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോവുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യാം. അത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഈ അസുഖം വളരെ നാളുകളായിട്ട് ഈ അസുഖമുള്ള ആൾക്കാർക്കാണ്. രാത്രി സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഓക്സിജൻ്റെ അളവ്, നമ്മൾ ഈ ശ്വാസ തടസ്സം നേരിടുന്നു എന്ന് പറഞ്ഞത്, ആ തടസ്സം നേരിടുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് കണ്ടമാനം ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയും അതിനൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുകയും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഈ നമ്മുടെ രോഗികൾക്ക് പലവിധ അസുഖങ്ങൾക്ക് കാരണമാവുന്നു എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഡയബറ്റീസ്, സ്ട്രോക്ക്, ഡിപ്രഷൻ, അങ്ങനെ പല പല അസുഖങ്ങളും, കാർഡിയാക് അസുഖങ്ങൾ, ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾക്കും ഈ കൂർക്കം വലിയും ഈ ശ്വാസ തടസ്സവും അതുകൊണ്ടുള്ള, നമ്മൾ അതിന് പറയുന്ന പേര് സ്ലീപ്പ് അപ്നിയ എന്നാണ്. സ്ലീപ്പ് അപ്നിയ, അത് ആ സ്ലീപ്പ് അപ്നിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളിലേക്ക്, അതായത് ഈ ഹാർട്ട് ബീറ്റ് കൂടുകയും അങ്ങനെ അത് ഒരു കണ്ടിന്യൂസ് ആണ്. ഒരു മണിക്കൂറിൽ തന്നെ 50-60 തവണ, അതായത് ഒരു മിനിറ്റിൽ ഒരു തവണയൊക്കെ വെച്ചിട്ട് ഈ ശ്വാസത്തിന് തടസ്സം നേരിടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ഹാർട്ട് ബീറ്റിൽ വളരെയധികം വേരിയേഷൻസ് 120 തുടങ്ങി 40 വരെ അങ്ങനെ വേരിയേഷൻസ് വരികയും അതിൽ കൂടെ ഈ പറഞ്ഞ പലവിധ അസുഖങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യാം. നമുക്കൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നരിക്കുനിയിൽ നിന്നാണ് മുഹമ്മദ് അസ്ലം. ചോദിച്ചോളൂ. പറഞ്ഞോ. പറഞ്ഞോ. ചെറിയ രീതിയിൽ കൂർക്കമല്ല, അതെന്താ പ്രശ്നമാവോ? ചെറിയ രീതിയിലുള്ള കൂർക്കമലി ആണെങ്കിൽ അങ്ങനെ അധികം പ്രശ്നം ആവേണ്ട കാര്യമില്ല. പക്ഷെ അത് നമ്മൾ അതുകൊണ്ട് ഉറക്കം വളരെയധികം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ, 1. 2, നമുക്ക് പകൽ സമയത്ത് അതുകൊണ്ട് ക്ഷീണം, ഉറക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഡെഫിനറ്റായിട്ടും ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അല്ലാതെ പ്രഷർ, ഷുഗർ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അമിത വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായി ഒരു ജനറൽ മെഷേഴ്സ് എന്ന് നമ്മൾ പറയുന്ന സംഗതികളുണ്ട്. 1, ശരീരഭാരം കുറയ്ക്കുക. 2, പിന്നെ അലർജി, മൂക്കിൻ്റെ തടസ്സം എന്ന് പറഞ്ഞാൽ മൂക്കടപ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ തൈറോയിഡിൻ്റെ അസുഖം ട്രീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഫസ്റ്റ് മെഷേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം, പിന്നെ ചരിഞ്ഞു കിടന്ന് ഉറങ്ങുക, അങ്ങനെയുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് തടഞ്ഞു നിർത്താം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചാണ്. ഈ ടെസ്റ്റുകളിൽ നിന്ന് അസുഖം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പിന്നെ ചികിത്സ ഏതെല്ലാമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ രോഗി ഉറങ്ങുന്ന സമയം മാത്രമേ നമുക്കിതിനെ ശരിയായ, അതുകൊണ്ട് രാത്രി സമയത്താണ് നമ്മൾ ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുക. അത് പേഷ്യൻറ്റിനെ നമ്മൾ ഒരു രാത്രി പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് വെക്കുകയും അതിൽ നമ്മൾ പല പല പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് നോക്കാനായിട്ട് പല പല ഘടകങ്ങൾ അതിലുണ്ട്. അത് പലതും ചെയ്യുകയും ഒരു ടെക്നീഷ്യൻ ഫുൾ നൈറ്റ് ഇരുന്നിട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രിയിൽ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഒരു ദിവസം വേണോ? ഒരു നൈറ്റ് മുഴുവൻ, ഒരു രാത്രി മുഴുവൻ.
ഉറങ്ങുന്ന സാധാരണ ഒരു രോഗി ഉറങ്ങുന്ന ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മളതിൻ്റെ പരിശോധനാ സമയം ആവശ്യമായിട്ട് വരും. കാര്യം നമ്മൾ നോർമലി ഉറങ്ങുന്ന സമയത്താണ് അറിയുള്ളൂ രോഗിയുടെ ഈ പറഞ്ഞ നമ്മൾ വ്യത്യാസം വരുന്ന പൾസും ഓക്സിജൻ്റെ ലെവലുകളും മറ്റും കുറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായി ഉറക്കം ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്യുന്ന 1-2 ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ പറഞ്ഞ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തടസ്സം നേരിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ സംഗതി ചെയ്യാറുണ്ട്. അതിന് നമ്മൾ ആർട്ടിഫിഷ്യലായി സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് എല്ലാ രോഗികൾക്കും ഒന്നും ആവശ്യം വരാറില്ല. വളരെ ചുരുക്കം ആൾക്കാരിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അമിതവണ്ണമാണ്, ഒബീസിറ്റിയാണ്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റളവ് കൂടുക. ഇവിടുത്തെ അത് കഴുത്തിൻ്റെ വണ്ണം കൂടുന്തോറും നമ്മുടെ ശ്വാസതടസ്സം വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. അതായത് ഈ കുറുനാവ് അവിടെയുള്ള മസിലുകൾക്കെല്ലാം കൂടുതലായി ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുകയും അതിൻ്റെ വ്യാസം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അമിതവണ്ണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഈ OSA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഈ അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അമിതവണ്ണമുള്ള ഒരു രോഗി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയും ആ സ്ലീപ്പ് സ്റ്റഡിയിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കുക. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 ദിവസം കൊണ്ടൊന്നും നടക്കുന്ന സംഗതിയല്ല. വളരെ ടൈം എടുത്തും അത്രയും ഡെഡിക്കേഷനോടെ നിന്നാൽ മാത്രമേ വെയിറ്റ് റിഡക്ഷൻ പറ്റൂ. ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുന്ന തന്നെ സിവിയർ ആയിട്ടുണ്ടാവും അവരുടെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെയിറ്റ് കുറയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചരിഞ്ഞ് കിടക്കലും ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുക. അലർജിയുള്ള മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുകയും പിന്നീടും എന്നിട്ടും പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈ CPAP എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ തടസ്സം നേരിടുന്ന ഭാഗത്തിന് നമ്മളൊരു ചെറിയ പ്രഷറിൽ എയർ കൊടുത്തുകൊണ്ട് ആ ഭാഗം ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ മാസ്ക് വെച്ചിട്ട് ഒരു ചെറിയ മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ നിന്ന് ഈ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുകയും നമ്മൾ ആ ശ്വാസനാളി എന്ന് വെച്ചാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അടഞ്ഞു പോകുന്നതിനെ നമ്മൾ സിമ്പിളായിട്ട് അതിനെ തുറന്നു വെക്കുന്നു എന്ന് പറയാം. ഇതും രാത്രിയിൽ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയം അല്ല, രോഗി എപ്പോഴാണ് ഉറങ്ങുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ പറ്റുള്ളൂ. അല്ല, അത് അതിന്റെ ചികിത്സാ രീതിയിൽ പെടുന്നതാണ്. അപ്പൊ രാത്രിയിൽ ഈ കൂർക്കമ്പലിയും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നോർമൽ ഉറക്ക സമയത്താണല്ലോ. അപ്പൊ അതിന്റെ ഭാഗം ആ ഉറക്കത്തിന്റെ അതേ സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇത് വെക്കുക. അത് വെച്ചാൽ അത് വെച്ചിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ പറഞ്ഞ നമ്മുടെ ഈ ലക്ഷണങ്ങളൊക്കെ മാറുന്നുണ്ടോ, ഒന്നാമതേ കൂർക്കമ്പലി മാറുന്നുണ്ടോ, പകൽ സമയത്ത് ഉറക്കം ക്ഷീണം അങ്ങനെയൊക്കെ മാറുന്നുണ്ടോ. അതിന് CPAP ഉണ്ട്. ഇത് വളരെ കൂടുതലായിട്ടുള്ള രോഗികൾക്ക് നമുക്ക് ചിലപ്പോൾ BiPAP എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത ലെവൽ, അങ്ങനെ പല ലെവൽസ് ഓഫ് മെഷീൻസ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഉള്ളത് ഈ സ്ലീപ്പ് അപ്നിയ പോലെ ഇത് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷേ തടസ്സം നേരിടുകയാണ് ചെയ്യുന്നത്. അപ്പം ചില രോഗികളിൽ ചില ഈ അസുഖങ്ങളുള്ള രോഗികളിലും അതൊരു വേറെ തന്നെ ഒരു വ്യത്യസ്ത വിഭാഗമാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ആണല്ലോ നമുക്ക് സിഗ്നൽ തരുന്നത്, ശ്വാസം എടുത്തോളൂ. അതൊരു ഇൻവോളണ്ടറി പ്രോസസ്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ ഉണർന്നിരുന്നല്ല ശ്വാസം എടുക്കുന്നത്. അത് സ്വതവേ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചിലർക്ക് ഈ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ കുറയുകയാണ് ചെയ്യുന്നത്. ശ്വാസം എടുക്കുന്നേ ഇല്ല. ശ്വാസം എടുക്കുന്നത് തന്നെ നമ്പർ കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന അത് വേറെ തന്നെ ഒരു വിഭാഗമാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അപ്പം ഇതൊക്കെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ലീപ്പ് സ്റ്റഡി ആദ്യം നടത്തിയാലേ അതിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്. ഓരോന്നിനും പ്രത്യേകം ചികിത്സകളുമാണ്. നമുക്ക് കുണ്ട്രയിൽ നിന്നുള്ളൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യശോധര ചോദിച്ചോളൂ, എന്താണ് സംശയം? ഒരു 67 വയസ്സുണ്ട്. ഞാൻ ഗൾഫിലൊക്കെ പോയ ആളാണ്. ഗൾഫിൽ വെച്ചിട്ട് അപ്പൊ അതിനു മുന്നേ ഞാൻ ഇവിടെ ഒരു ബിസിനസ് ആയിരുന്നു. ബിസിനസ് ഒക്കെ മോശമായി വന്നപ്പോഴാണ് ഗൾഫിലേക്ക് പോയിരുന്നത്. അപ്പൊ ഗൾഫിൽ ചെന്ന് ഇവിടുന്ന് എനിക്ക് 16 വയസ്സുള്ളപ്പോഴേ എനിക്ക് ചെന്നിയുടെ അസുഖം ഉണ്ടായിരുന്നു. അതിനുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ട്.
അന്ന് എനിക്ക് ഒരു 16 വയസ്സൊക്കെ 17 വയസ്സൊക്കെ ഉള്ളപ്പോ അതിനുള്ള ബോധവൽക്കരണമൊന്നും ഇല്ലായിരുന്നു. ആരും അന്ന് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നീട് ഞാൻ ഗൾഫിൽ പോയി. അപ്പൊ അവര് 27 വയസ്സായപ്പം വീണ്ടും എനിക്ക് അത് അവിടെ വെച്ച് വീണ്ടും വന്നു. അങ്ങനെ അപ്പം അവിടെ വെച്ച് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അവിടെ ക്ലിനിക് ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ ചെന്ന് കണ്ട് ആ ഡോക്ടർ എനിക്ക് ഡോസ് കൂട്ടിയ ഏറ്റവും ഗുളിയൊക്കെ തന്ന് ഏകദേശം അങ്ങയുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് ഞാൻ കഴിച്ച് ഒരു 12 വർഷം എനിക്ക് അസുഖം കണ്ടിന്യൂ ആയിട്ട് നിന്നിരുന്നു. അപ്പോഴും എനിക്ക് ഈ കൂർക്കമ്പലി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. അന്ന് അടുത്ത് കിടക്കുന്ന കൂട്ടുകാരൊക്കെ പറയും ഉറങ്ങാൻ വയ്യ, അത്ര ഇതാണെന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൂർക്കമ്പലിയുടെ ഉറക്കത്തിന്റെ സമയത്താണോ ഈ പലപ്പോഴും ഫിറ്റ്സ് വന്നിട്ടുള്ളത്, ജന്നി വന്നിട്ടുള്ളത്? അല്ല, ഉറക്കത്തിന്റെ ടൈമില് യാദർച്ഛ ചിലപ്പം വന്നു കാണും, ചിലപ്പം ഈ പല്ലിന്റെ നാക്കൊക്കെ മുറിഞ്ഞിരുന്നിട്ടുണ്ട്. ചിലർക്ക് ഉറക്കത്തിന്റെ സമയത്ത് ഈ ഓക്സിജന്റെ ലെവലുകൾ വളരെ കുറഞ്ഞു പോകുന്ന മൂലം ഫിറ്റ്സ് പോലെ വരാറുണ്ട്. നമുക്ക് വളരെ ചുരുക്കം. ഇതങ്ങനെ അല്ലല്ലോ, ഇത് ഓൾറെഡി ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇത് പിന്നീട് ഞാൻ മോർണിംഗില് എഴുന്നേക്കുന്ന ഒരു ടൈം ആയിരുന്നു എനിക്ക് പിന്നെ വന്നോണ്ടിരുന്നത്. അതും ഇതിന്റെ ഒരു ഈ കൂർക്കമലിയും അതിന്റെ ഒരു ഭാഗമാവുന്നുണ്ടാവാം ഈ ജന്നി പിന്നെയും രണ്ടാമതേയും വന്നതില്. വെയിറ്റ് അമിതവണ്ണം ഉള്ള ആളാണോ? വെയിറ്റ് കൂടുതലുള്ള ആളാണോ? ഇപ്പൊ ഞാൻ നാട്ടിലുള്ള അവിടെ ഗൾഫിലുള്ള ജീവിതവും എല്ലാം കൂടെ ഒരു 80 കിലോ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു ഗൾഫിലൊക്കെ വെച്ച്. ഇപ്പൊ ഒരു 65 കിലോ ഉള്ളൂ. ശരി. അപ്പോ ഇപ്പൊ കൂർക്കമ്പലി ഒരു പ്രശ്നമായിട്ടുണ്ട്. അതിനെ ചൊല്ലി പകൽ സമയത്ത് ഉറക്കം, ക്ഷീണം, ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പകൽ സമയത്ത് എനിക്ക് 1 മണിക്കൂറെങ്കിലും മയങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ശരി, അത് ഒന്ന്. പിന്നെ ഇപ്പോഴും ഈ ഫിറ്റ്സിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ലോവാസിന് ശരി മരുന്ന് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. അത് അതേപോലെ തൈറോയിഡിന്റെ. ശരി, ഈ മരുന്നുകളും ഈ ഇതിന്റെ പ്രശ്നം കൊണ്ടും ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു കൂർക്കമ്പലി പ്രശ്നം വരാം. കാര്യം ഡീപ്പായി സ്ലീപ്പ് വരികയും അങ്ങനെ ഈ മെഡിസിൻസിന്റെ കൊണ്ടും ചിലർക്ക് അതുപോലെ വരാം. പിന്നെ വെയിറ്റ് കുറയ്ക്കുകയും ഒക്കെയാണ് ഇതിന്റെ മാർഗങ്ങൾ. പിന്നെ നമുക്ക് ഇതിന്റെ പ്രശ്നമുള്ള രീതിയിൽ ഉണ്ടോ എന്നറിയുവാൻ ഒന്ന് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിന്റെ പ്രധാന ഘടകം ഇതെന്ന് പറയുന്നത് ഈ രാത്രിയില് ശരിക്കും കുറുക്കം വലിക്കും. അതാണ്. അപ്പൊ നമ്മൾ ഇതിന് വെയിറ്റ് കുറയ്ക്കുകയും ബാക്കി ഈ ടെസ്റ്റുകൾ ഈ പരിശോധനകൾ ചെയ്ത് നോക്കുന്നതാവും നല്ലതാവുക. നമുക്ക് മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഞാൻ ഈ വയസ്സ് എപ്പോഴും പറയും രാത്രി കിടക്കുമ്പോഴൊക്കെ കൂർക്കം വലി ഉണ്ടെന്നുള്ളത്. എന്താണ് ഈ കൂർക്കം വലി ഉണ്ടാകാനുള്ള കാരണം? ശരീരഭാരം അധികമുള്ള ആളാണോ? വെയിറ്റ് കൂടുതലുള്ള ആളാണോ? ഒരു 78 കിലോ ഭാരമുണ്ട്. ഡയബറ്റിക് പേഷ്യന്റ് ആണ്. നേരത്തെ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ശരി. അപ്പോ പിന്നെ പ്രഷർ, ഹൈപ്പർടെൻഷൻ നോർമലാണ്. ശരി. അപ്പോൾ ഈ കൂർക്കം വലി ആദ്യം ഉണ്ട്. കൂർക്കമ്പലി ഉണ്ടെന്നാണ് എനിക്കിതിനെ കുറിച്ച്. ഇല്ല, സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരാണ് സാധാരണ കംപ്ലൈന്റ് ആയിട്ട് വരാറുള്ളത്. അവർക്കാണ് പരാതി. കാര്യം അവരുടെ ഉറക്കം പോകുന്നു എന്നുള്ള പരാതിയുമായി വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതില് പിന്നെ കൂർക്കമ്പലി കൊണ്ട് നമുക്ക് പ്രശ്നമുള്ള രീതിയിൽ വരുന്നത് ഒന്ന്, നമ്മൾ വെയിറ്റ് കൂടുമ്പോഴും പിന്നെ ഈ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്ന പോലെ ഈ പിന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തൈറോയിഡ് ഇല്ല. ഞാൻ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ബൈപ്പാസ് കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ഈ ഒരു കൊളസ്ട്രോളിന്റെ. ശരി, ക്രോണിക് അസുഖങ്ങളുള്ള പലർക്കും ഇത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് നമുക്ക് അതുകൊണ്ട് പകൽ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ് ഇതിന് ചെയ്യേണ്ട കാര്യം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ നന്ദിനിയാണെന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഏതായാലും വളരെ തിരക്കുകൾക്കിടയിൽ ഡോക്ടർ ഞങ്ങളുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. വളരെയധികം നന്ദി ഡോക്ടർ.
നന്ദി. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ ഇതേ സമയം വീണ്ടും കാണാം.